അത് ശരിയല്ലല്ലോ അവർ പറയുന്നത്. മലബാർ പ്രദേശത്ത് ഓർഡിനറി സർവീസുകൾ ഇല്ല എന്നുള്ളത് സൗജന്യ യാത്ര ലഭ്യമായിട്ടുള്ളവരുടെ പ്രശ്നമാണ്, സ്വകാര്യ ബസ്സുകാരുടെ പ്രശ്നമല്ല. അതിനെക്കുറിച്ച് അല്ലാതെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിലൊരു ചർച്ചയിൽ ഇരുന്നിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിന് മറ്റൊരു ചോദ്യം, മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ പല നിയമനങ്ങളുമായി നടക്കുന്നില്ല. അതായത് ഈ ട്രാൻസ്പോർട്ട് RTOമാരുടെ പല ഒഴിവുകളും ഇങ്ങനെ കിടക്കുകയാണ് എന്നാണ് ഈ അതൊക്കെ പെട്ടെന്ന് തന്നെ. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥികളെ കൺസെഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഓൺലൈൻ ചാർജ് വലിയ തരത്തിൽ വർദ്ധിപ്പിച്ച സാഹചര്യം ഉണ്ടാകുന്നത്. ഏത് ഓൺലൈൻ ചാർജ്? ഈ വിദ്യാർത്ഥികളെ കൺസെഷൻ പുതുക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ ചാർജ് ഉണ്ടല്ലോ, ഇത് വർദ്ധിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. 10 രൂപയിൽ നിന്ന് 110 രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചത്. ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം. അല്ല, അതൊരു അഡ്മിനിസ്ട്രേറ്റീവായ കാര്യമല്ലേ, ആ വഴിക്ക് നടക്കും. രജിസ്ട്രേഷൻ കുറഞ്ഞിട്ടുള്ള ചില ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഉള്ളൂ. ഈ നാഗാലാൻഡിലൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ചില സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ക്ഷാമമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അതിൻ്റെ ഡിപ്ലോയ്മെൻ്റ് ഒക്കെ ക്ലിയർ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും ഡേറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ, അത് നടക്കും. വേറെ പിന്നെ സ്കീമിനെ കുറിച്ച് പരാതികളൊന്നും ഇല്ലല്ലോ. അല്ല, പൊതുവേ ഒരു, അതായത് KSRTC എല്ലാ ബസ്സുകൾക്കും യാത്രാ സൗജന്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓർഡിനറി ബസ്സുകൾ മാത്രം അതിനകത്ത് എതിർപ്പ് സ്ത്രീകൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അത് പറഞ്ഞ് കബളിപ്പിച്ചു എന്നുള്ള രീതിയിൽ. ശരി, കൊടുത്തതിനെ കുറിച്ചല്ല, കിട്ടാത്തതിനെ കുറിച്ചാണ്. നോക്കാം. 3411 വണ്ടികൾ ഓർഡിനറിയാണ്. 4500 വണ്ടി ഓടുന്നതിൽ 3411 വണ്ടികളും ഓർഡിനറിയാണ്. അതൊക്കെ സൗജന്യമായി. എൻ്റെ നമ്പർ മനസ്സിലായോ? 3411 വണ്ടികളും മഹാഭൂരിപക്ഷം വണ്ടികളും ഓർഡിനറിയാണ്. 15-ാം തീയതി ഉദ്ഘാടനം കാലത്ത് നിങ്ങളെ അറിയിക്കാം. ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. തമ്പാനൂർ വെച്ചായിരിക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ട് ഓർഡിനറി ഇസ് നോട്ട് ദാറ്റ് ഓർഡിനറി, അത് വളരെ അധികമുള്ളൊരു വണ്ടിയാണ്. KSRTCയുടെ ഫ്ലീറ്റിൽ മഹാഭൂരിപക്ഷം വണ്ടികൾ ഓർഡിനറി ആണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മൾ ധരിക്കുന്ന വേറെ ആരെങ്കിലും ധരിച്ചിട്ടുള്ളത് പോലെ AC വണ്ടികളും എക്സ്പ്രസ് വണ്ടികളും വളരെ കുറവാണ്. മഹാഭൂരിപക്ഷം വണ്ടികളിലും സൗജന്യമായി. അതല്ലേ കാണേണ്ടത്? ഇല്ല, വടക്കൻ ജില്ലകളിലൊന്നും ആലോചിച്ചിട്ടില്ല. വടക്കൻ ജില്ലകളിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ തീരെ ഇല്ല KSRTC. അങ്ങനെ KSRTC തീരെ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഈ സ്കീം തുടങ്ങിയതായിട്ട് അറിയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 1-2 സ്ഥലത്തൊക്കെ നോക്കാം. സ്വകാര്യ ബസ് ഉടമകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ തരത്തിൽ. അവർക്കതൊരു പ്രതിസന്ധിയാകും. അവരായിട്ട് ചർച്ച ചെയ്യാം, നമുക്കിത് നോക്കാം. അവരുമായിട്ട് ഇതുവരെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ശരി, നമുക്ക് ആശങ്കയില്ല. നമ്മൾ ഈ സ്വകാര്യ ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയേ അല്ല. അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയാം. സ്വകാര്യ ബസ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ വ്യക്തികൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ബസ്സുകൾ, അത്രയേ ഉള്ളൂ. ഞാനതിനെ പബ്ലിക് ട്രാൻസ്പോർട്ട് വിഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അവരോട് ഒരു തരത്തിലുള്ള വിവേചനവും മിനിസ്റ്റർ എന്നുള്ള എൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യും. ഒരു ചർച്ച നടത്തുമെന്ന് പറയുമ്പോഴും ഇതുവരെയും ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യഘട്ടം അവരൊരു 5-10 വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ടീം ആളുകൾ വന്ന് എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ചർച്ചയ്ക്ക് നമ്മൾ തുറന്ന മനസ്സാണ്. പോസ്റ്റിങ്ങും അപ്പോയിൻമെൻറ്റും അവർ പത്രസമ്മേളനത്തിൽ പറയേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ പോളിസീസ് ചോദിച്ചാൽ ഞാൻ പറയാം. അതല്ലേ ശരി.